ഹലോ എവ്രിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC 2023 CSAT-ലെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ABC ആൻഡ് DF ആർ ബോത്ത് 3-digit numbers such that A, B, C, D, E and F are distinct non-zero digits. Important ആണ്, distinct non-zero digits such that ABC plus DEF equal to 1111. Then what is the value of A plus B plus C plus D plus E plus F? Digits in the sum in the value എത്രയാണ്? Option A 28, option B 29, option C 30 and option D 31. So ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു 3-digit നമ്പർ ആണ്, DEF എന്ന് പറയുന്നതും ഒരു 3-digit നമ്പർ ആണ്. സോ രണ്ട് 3-digit നമ്പേഴ്സ് നമ്മൾ നോർമലി എങ്ങനെ ആഡ് ചെയ്യുക? ABC പ്ലസ് നമ്മൾ എങ്ങനെ എഴുതുക അല്ലേ? ABC പ്ലസ് DEF. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ഡിജിറ്റ് ആണ്. സോ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? ABC എന്ന് പറയുന്ന 3-digit നമ്പർ ഉണ്ട്, DEF എന്ന് പറയുന്ന 3-digit നമ്പർ ഉണ്ട്. സോ ABC ഇവിടെ എഴുതിയ പോലെ ABC പ്ലസ് DEF ഈക്വൽ ടു 1111. സോ ഇവിടെ റൈറ്റ് എൻഡിലെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സിയും എഫ് ആണ്. സി പ്ലസ് എഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടുന്നുണ്ട് അല്ലെ? സി പ്ലസ് എഫ് എന്ന് പറയുന്നത് 1 ആണ്. ബട്ട് ഇത് വെറും 1 അല്ല. കാരണം സി പ്ലസ് എഫ് ചെയ്താൽ 1 കിട്ടണമെങ്കിൽ 2 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെങ്കിൽ അതിലൊരു ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ സി പ്ലസ് എഫ് 1 എന്ന് പറഞ്ഞാൽ അത് 11 ആവാം, 21 ആവാം. ബട്ട് 21 പോസിബിൾ അല്ല. കാരണം എന്താ? സിംഗിൾ ഡിജിറ്റിലെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. സോ ആ 2 9 ആഡ് ചെയ്താൽ പോലും നമുക്ക് 18 കിട്ടുന്നുള്ളൂ അല്ലെ? ഒരിക്കലും 21 കിട്ടുന്നില്ല. സോ ഇവിടുത്തെ സി പ്ലസ് എഫിന്റെ വാല്യൂല് നമ്മളിവിടെ 1 എഴുതിയത്, ദാറ്റ് മീൻസ് ആ 1 എന്ന് പറയുന്നത് 11ന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ്. സോ സി പ്ലസ് എഫ് എന്ന് പറയുന്നത് 11 ആണ്. സോ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു, സി പ്ലസ് എഫ് ഈക്വൽ ടു 11. സോ സി പ്ലസ് എഫിന്റെ വാല്യൂ 11 കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ അവസാനത്തെ ഡിജിറ്റ് 1 എഴുതിയിട്ട് ബാക്കി 1 10th പ്ലേസിലെ 1 നമ്മൾ ക്യാരി ആയിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ആഡ് ചെയ്യും. സോ ഇവിടെ സി പ്ലസ് എഫ് ഈക്വൽ ടു 11 എഴുതി. ദെൻ അടുത്തത് നമുക്ക് ബി പ്ലസ് ഇ ആണ്. ബി പ്ലസ് ഇ പ്ലസ് ഈ ക്യാരി 1 കൂടെ വരുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ 1 ആണ് വരുന്നത്. ആ 1 എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ 11 ആണ്. വെറും 1 സിംഗിൾ 1 പറ്റില്ല, 21 പറ്റില്ല. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ബി പ്ലസ് ഇ പ്ലസ് ഈ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ബി പ്ലസ് ഇന്റെ വാല്യൂ എന്താണ്? 10 ആണ്. ബി പ്ലസ് ഇ ഈസ് ഈക്വൽ ടു 10. ദെൻ ഇതിന്റെ 11ന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയ 1 എഴുതി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? 1 ക്യാരി ആയിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ആഡ് ചെയ്തു. സോ ലാസ്റ്റ് സ്റ്റെപ്പിൽ എ പ്ലസ് ഡി പ്ലസ് ഈ ക്യാരി 1 കൂടെ വരുമ്പോൾ അവിടെ 11 വരുന്നുണ്ട്. കാരണം എന്താ? അഡീഷൻ പ്രോസസ്സ് കഴിഞ്ഞു. സോ ഇനി നമ്മൾ 11 എഴുതും. സോ എ പ്ലസ് ഡി പ്ലസ് 1 ഈക്വൽ ടു 11. ദാറ്റ് മീൻസ് എ പ്ലസ് ഡിന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ സി പ്ലസ് എഫിന്റെ വാല്യൂ 11 ആണ്. ഇവിടെ ബി പ്ലസ് ഇന്റെ വാല്യൂ 10 ആണ്. എ പ്ലസ് ഡിന്റെ വാല്യൂ ഓൾസോ 10. സോ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ്. സം ഓഫ് ദ ഡിജിറ്റ് 11 പ്ലസ് 10 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 31. സോ ഇവിടുത്തെ